വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓൺ ഫങ്ഷണൽ അനാലിസിസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓർത്തോനോർമൽ ബേസിസ് ഫോർ L2 ഓഫ് I സ്ക്വയർ. ഹിയർ I മീൻസ് എ ക്ലോസ്ഡ് ഇൻ്റർവൽ AB, so that I square is cross product of closed interval AB with itself. Okay, then L2 of I consists of those functions from I cross I to C which satisfies the inequality integral a to b absolute value of f of t tau square dt d tau less than infinity. So this double integral should have a finite value. So L2 of I square consists of all such functions from I cross I to C. Now we are going to define a norm and inner product on L2 of AB, just like we define norm and inner product on L2 of AB. So if f is an element of L2 of I square, then norm of f is, this is nothing but our 2 norm, integral a to b absolute value of f of t tau square dt d tau the whole power 1 by 2. And for f and g element of L2 of I square, we define an inner product. Inner product fg is equal to integral a to b f of t tau g of t tau conjugate dt d tau. Okay, so these are the norm and inner product defined on L2 of I square. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ L2 ഓഫ് I സ്ക്വയറിലുള്ള ഓർത്തോനോർമൽ, നമ്മളൊരു ഓർത്തോനോർമൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് L2 ഓഫ് I സ്ക്വയറിൽ. സോ ദ തിയറം സേസ് ദാറ്റ് ഇഫ് phi I, where I varies from 1 to infinity, is a sequence of continuous functions that forms an orthonormal basis of L2 of AB, that means L2 of I, then the system psi ij of t tau, ഈ psi ij എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എ ബി ക്രോസ് എ ബിയിലാണ്. ആൻഡ് psi ij of t tau is defined as phi I of t into phi j of tau. Phi I of t into phi j of tau. Here I and j varies from 1 to infinity. This system is an orthonormal basis of L2 of AB cross AB. Okay, so if we have an orthonormal basis of L2 of AB, using that we can define an orthonormal basis of L2 of AB square. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. നമുക്ക് സിസ്റ്റം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. psi ij ഓഫ് ടി ടോ ഈക്വൽ ടു phi I ഓഫ് ടി ഇൻറ്റു phi j ഓഫ് ടോ എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻസ്. ഇത് ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരു ഓർത്തോനോർമൽ സിസ്റ്റം ആണെന്ന് കാണിക്കും. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് psi ij ആൻഡ് psi mn എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഇഫ് ഓർഡേർഡ് പെയർ ഐ ജെ ഈസ് സെയിം ആസ് ഓർഡേർഡ് പെയർ എം എൻ. ഇനി അല്ലാത്ത കേസിലെല്ലാം ആ ഇന്നർ പ്രൊഡക്റ്റ് 0 സോ ദാറ്റ് ദ സിസ്റ്റം ഈസ് എൻ ഓർത്തോനോർമൽ സിസ്റ്റം. അതിനുശേഷം നമ്മളിത് ബേസിസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ബേസിസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ പാർസെവൽസ് ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുക. സോ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. സോ വാട്ട് ഇസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് psi ij psi mn? L2 of I സ്ക്വയറിലുള്ള ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഇസ് ഈക്വൽ ടു integral a to b psi ij of t tau psi mn of t tau conjugate dt d tau. ഓക്കെ, ഇനി ഇതിൽ psi ij of t tau എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് phi I of t phi j of tau. അതുപോലെ psi mn of t tau എന്ന് പറഞ്ഞാൽ phi m of t ആൻഡ് ഇൻറ്റു phi n of tau. സോ നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിലിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ phi I of t phi m of t കോൺജുഗേറ്റ്, ഈ രണ്ട് പാർട്ടിൽ, ഈ രണ്ട് ടേംസിൽ നമുക്കിവിടെ ടോ ഇല്ല. അതുപോലെ phi j of tau phi n of tau കോൺജുഗേറ്റ്, ഇതിൽ നമുക്ക് ടിയും ഇല്ല. സോ നമുക്കിതിനെ ടി വേരിയബിളായിട്ട് വരുന്ന പാർട്ടും ടോ വേരിയബിളായിട്ട് വരുന്ന പാർട്ടുമായിട്ട് രണ്ടാക്കി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുന്ന പോലെ. സോ ഇതിനെ നമുക്ക് integral a to b phi I of t
phi m of t conjugate dt into integral a to b phi j of tau phi n of tau conjugate d tau എന്ന് എഴുതാൻ പറ്റും. ഇതിലെ ഫസ്റ്റ് പാർട്ട് നോക്കുക. ഈ ഫസ്റ്റ് പാർട്ടിൽ ഇത് നമ്മുടെ L2 of ABയിലുള്ള ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് സെയിം ആസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi i വിത്ത് phi m. അതുപോലെ രണ്ടാമത്തെ പാർട്ട് ദിസ് ഇസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi j ആൻഡ് phi n. അപ്പോൾ ഇവിടുത്തെ ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ പറയുന്നത് L2 of iയിലെ കാര്യമാണ്. നേരത്തെ നമ്മൾ എടുത്തത് L2 of i സ്ക്വയറിലുള്ള ഇന്നർ പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് L2 of ABയുടെ ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണ് phi i. സോ സിസ്റ്റം phi i ഫോംസ് ആൻ ഓർത്തോനോർമൽ സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi i phi m എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ഇഫ് i ഈക്വൽ ടു m ആൻഡ് 0 അതർവൈസ്. അപ്പോൾ നമുക്കതിനെ ക്രോണക്കേഴ്സ് ഡെൽറ്റ ഉപയോഗിച്ച് ഡെൽറ്റ ഐ എം എന്ന് എഴുതാം. ഡെൽറ്റ ഐ എം ഇസ് നത്തിങ് ബട്ട് 1 ഇഫ് i ഈക്വൽ ടു m ആൻഡ് 0 അതർവൈസ്. അതുപോലെ തന്നെ നമുക്ക് phi j inner product of phi j with phi n is equal to delta jn. അതായത് this is equal to 1 if j is equal to n, 0 otherwise. ഇപ്പോൾ നമുക്ക് തൊട്ട് മുമ്പ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് psi i psi j ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് psi i j psi m n എന്ന് പറഞ്ഞ് കിട്ടിയിരുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi i phi m ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് phi j phi n ആണ്. So this is delta im into delta jn. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ ഐ എമ്മിൻ്റെ പ്രത്യേകത അത് 1 ആവണം എന്നുണ്ടെങ്കിൽ i ഈക്വൽ ടു m ആവണം. ഡെൽറ്റ ജെ എൻ 1 ആവണം എന്നുണ്ടെങ്കിൽ j ഈക്വൽ ടു n ആവണം. സോ ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? ദിസ് ഇസ് ഈക്വൽ ടു 1 ഇഫ് i ഈക്വൽ ടു m ആൻഡ് j ഈക്വൽ ടു n. അല്ലാത്ത എല്ലാ കേസിലും അത് 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം, this inner product is equal to 1 if ordered pair ij equal to ordered pair mn and 0 otherwise. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതൊരു ഓർത്തോനോർമൽ സിസ്റ്റം ആണെന്നാണ്. ബിക്കോസ് ഇന്നർ പ്രൊഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ് 1 ആണെന്നും കിട്ടും, വേറെ ഏത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റുമായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ 0 ആണെന്നും കിട്ടി. സോ ദാറ്റ് ദിസ് ഫോംസ് ആൻ ഓർത്തോനോർമൽ സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ സിസ്റ്റം ഒരു ബേസിസ് ആണെന്നാണ്. അപ്പോൾ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി. പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചാൽ അത് ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഓൾറെഡി നമുക്കിത് ഓർത്തോനോർമൽ സിസ്റ്റം ആണെന്ന് അറിയാം. ഓർത്തോനോർമൽ സിസ്റ്റം ആണെങ്കിലാണ് പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി ഹോൾഡ്സ് ഫോർ എവറി എഫ് എലമെൻറ്റ് ഓഫ് ദ ഹിൽബർട്ട് സ്പേസ് എന്ന് വേണമെന്ന് നിർബന്ധമില്ല. എവിടെ മതി? ഇൻ എനി ഡെൻസ് സബ്സെറ്റ് ഓഫ് ദാറ്റ് ഹിൽബർട്ട് സ്പേസിൽ പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ബേസിസ് തന്നെ ആയിരിക്കും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് L2 of i സ്ക്വയറിൻ്റെ ഒരു ഡെൻസ് സബ്സെറ്റിൽ ഈ സിസ്റ്റം പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ്. സോ ഇവിടെ ഞാൻ എടുക്കുകയാണ് എഫ് എലമെൻറ്റ് ഓഫ് L2 of i സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ L2 of i സ്ക്വയർ ഫോംസ് എ ഡെൻസ് സബ്സെറ്റ് ഓഫ് L2 of i സ്ക്വയർ. ഓക്കെ, അതായത് സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഓൺ i സ്ക്വയർ എന്ന് പറയുന്നത് ഈ L2 of i സ്ക്വയറിൽ ഡെൻസ് ആയിട്ടുള്ളൊരു സെറ്റാണ്. അപ്പോൾ അതിൽ പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എഫിനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ട് എടുത്തിരിക്കുകയാണ്. നൗ നോം ഓഫ് എഫ് സ്ക്വയർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഡബിൾ ഇൻ്റഗ്രൽ ബോത്ത് ഇൻ്റഗ്രൽസ് വാരീസ് ഫ്രം a to b അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ടി ടോ സ്ക്വയർ ഡി ടി ഡി ടോ. ഇത് നമ്മുടെ L2 of i സ്ക്വയറിലുള്ള നോം. അപ്പോൾ ഈ എഫും psi i jയും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഇറ്റ് ഇസ് ഇൻ്റഗ്രൽ a to b f t ടോ psi i j t ടോ കോൺജുഗേറ്റ് ഡി ടി ഡി ടോ. ഓക്കെ, ഇനി ഈ psi i j എന്ന് പറഞ്ഞാൽ ആരാണ്? psi i j ഓഫ് ടി ടോ എന്ന് പറഞ്ഞാൽ phi i ഓഫ് ടി ഇൻറ്റു phi j ഓഫ് ടോ അല്ലേ? അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഈ വാല്യൂ എന്താണോ ഇതിനെ ഇനി മുതൽ നമുക്ക് എഴുതാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ഞാൻ എ ഐ ജെ എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവാണ്.
അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് psi ij. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ aij. അടുത്തതായിട്ട് ഞാൻ എ ജെ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണ്. ഈ എ ജെ ഓഫ് ടി എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടി ടോ ഫൈ ജെ ഓഫ് ടോ കോൺജുഗേറ്റ് ഡി ടോ. അതായത് ആക്ച്വലി ഐ ആം ടേക്കിംഗ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഫൈ ജെ ബൈ ട്രീറ്റിംഗ് ടി ആസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ടി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണു ആൻഡ് ടോ വാരീസ് ഫ്രം എ ടു ബി. അതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ, ആർ എച്ച് എസിലുള്ള ഇൻ്റഗ്രേഷനിൽ നമ്മൾ ചെയ്യുന്നത് അതാണ്. ടി ഈസ് കെപ്റ്റ് ആസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടോ വാരീസ് ഫ്രം എ ടു ബി. എന്നിട്ട് ഈ ഇൻ്റഗ്രേഷൻ എടുക്കുകയാണ് നമ്മൾ. ഇതാണ് എ ജെ ഓഫ് ടി ആയിട്ട് ഞാൻ എടുക്കണം. സോ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇതാണ്, കൺസിഡർ എഫ് ആസ് എ ഫങ്ഷൻ ഓഫ് ടോ. Consider f as a function of tau alone and we are taking t as a constant. t നമ്മളവിടെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ എഫ് എടുത്തിരുന്നത് L2 of I സ്ക്വയറിൽ നിന്നാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു വേരിയബിളേ ഉള്ളൂ. ടി കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഓൺലി വൺ വേരിയബിൾ ടോ. സോ വി ക്യാൻ കൺസിഡർ എഫ് ആസ് എ ഫങ്ഷൻ ഓഫ് L2 of AB. L2 of ABയിൽ നമ്മുടെ സിസ്റ്റം ഫൈ ഐ, ഈ ഫൈ ഐ എന്ന് പറയുന്ന സിസ്റ്റം ഓർത്തോനോർമൽ ബേസിസ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്തോനോർമൽ ബേസിസ് ആയതുകൊണ്ട് അതെന്തായാലും പാർസെവൽസ് ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യും. സോ നമുക്ക് പാർസെവൽസ് ഐഡൻറ്റിറ്റി പ്രകാരം നോം എഫ് സ്ക്വയർ, ഓർക്കുക ഇവിടുത്തെ നോം എന്ന് പറയുന്നത് L2 of Iയിലെ നോമാണ്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ എഫിനെ L2 of Iയിലെ എലമെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ നോം ഓഫ് L2 of I സ്ക്വയർ നോം എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പോൾ ആരാണ് നമ്മുടെ L2 of ABയിലെ നോം? ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ടോ സ്ക്വയർ ഡി ടോ. ഇവിടെ ടി കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടോ മാത്രം ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. ഇതാണ് നോം എഫ് സ്ക്വയർ. സിൻസ് ഇറ്റ് സാറ്റിസ്ഫൈസ് പാർസെവൽസ് ഐഡൻറ്റിറ്റി വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു summation over I greater than or equal to 1 absolute value of inner product f phi I square. പാർസെവൽസ് ഐഡൻറ്റിറ്റി ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, വേറെ പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ j varies from 1 to infinity. അപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്, ഈ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഫൈ ഐ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഫൈ ഐ ആണ് ഞാൻ ഈ വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത്, വേറെ മാറ്റമൊന്നുമില്ല. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ടോ ഫൈ ജെ ഓഫ് ടോ ബാർ ഡി ടോ സ്ക്വയർ. ഈ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഉള്ളിലുള്ള ഈ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ എ ജെ ഓഫ് ടി എന്നിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് സമ്മേഷൻ ഓവർ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെയും നമുക്ക് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എടുത്താൽ മതി. ജെ ഹിയർ ഓൾസോ വി ഹാവ് ജെ. സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്, നോം എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ജെ ഓഫ് ടി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സോ എ ഐ ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടി ടോ ഫൈ ഐ ഓഫ് ടി ഫൈ ജെ ഓഫ് ടോ കോൺജുഗേറ്റ് ഡി ടോ ഡി ടി. ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി integral a to b f t tau, then ഈ ഫൈ ഐ ഓഫ് ടി കോൺജുഗേറ്റിൽ നമുക്ക് ടോ ഇല്ലല്ലോ, അപ്പോൾ അതിനെ നമ്മളൊന്ന് മാറ്റി നിർത്തി ഫൈ ജെ ഓഫ് ടോ കോൺജുഗേറ്റ് ഡി ടോ. ഓക്കെ, ഇവിടെ മാത്രമേ ഈ പോർഷനിൽ മാത്രമേ നമുക്ക് ടോ എന്നുള്ള വേരിയബിൾ ഉള്ളൂ. സോ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടോ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്തിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ, മറ്റതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് ഇൻ്റഗ്രേഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഫസ്റ്റ് ഈ ഇന്നർ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഫൈ ഐ ഓഫ് ടി കോൺജുഗേറ്റ് പുറത്തേക്ക് എടുത്തു. നൗ ഇപ്പോൾ
നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് എ ജെ ഓഫ് ടി. ഓക്കെ, സോ ദിസ് ഇസ് സെയിം ആസ് ഇൻ്റഗ്രൽ എ ടു ബി എ ജെ ഓഫ് ടി ഫൈ ഐ ഓഫ് ടി കോൺജുഗേറ്റ് ഡി ടി. ഇനി ഇതാരാണ്? എ ജെ ഓഫ് ടി ഫൈ ഐ ഓഫ് ടി കോൺജുഗേറ്റ് ഡി ടി. ഇതിപ്പോൾ നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ജെ ആൻഡ് ഫൈ ഐ ആണ്. ഈ ഇവിടുത്തെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് L2 ഓഫ് ഐയിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇനി എ ജെ L2 ഓഫ് ഐയിലുള്ളതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് L2 ഓഫ് ഐയിൽ നമുക്ക് സിസ്റ്റം ഫൈ ഐ ഓർത്തോനോർമൽ ബേസിസ് ആണെന്നറിയാം. സോ ഇറ്റ് ഹോൾഡ്സ് പാർസെവൽസ് ഐഡൻറ്റിറ്റി. ദെൻ നമുക്ക് പാർസെവൽസ് ഐഡൻറ്റിറ്റി പ്രകാരം നോം ഓഫ് എ ജെ സ്ക്വയർ is equal to summation over I absolute value of inner product എ ജെ ഫൈ ഐ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇപ്പം നമുക്ക് കിട്ടി inner product of എ ജെ വിത്ത് ഫൈ ഐ is എ ഐ ജെ. സോ norm of എ ജെ സ്ക്വയർ is equal to summation over I absolute value of എ ഐ ജെ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ നോം ഓഫ് എ ജെ സ്ക്വയർ എ ജെ L2 ഓഫ് ഐയിലുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോം ഓഫ് എ ജെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ജെ ഓഫ് ടി സ്ക്വയർ ഡി ടി. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ജെ ഓഫ് ടി സ്ക്വയർ ഡി ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഐ ജെ സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇതും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ 1 എന്നൊരു ഈക്വാലിറ്റി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2. നൗ നമ്മളിത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. സോ സമ്മേഷൻ ഓവർ ജെ സമ്മേഷൻ ഓവർ ഐ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഐ ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ജെ സമ്മേഷൻ ഓവർ ഐ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഐ ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ജെ ഓഫ് ടി സ്ക്വയർ ഡി ടി. ഇത് നമ്മുടെ ഇക്വേഷൻ 2 ആണ്. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി. നൗ ഇവിടെ നമ്മളെടുക്കുന്ന ഈ എ ജെയുടെ എക്സ്പ്രഷനിൽ നമുക്കുള്ളത് ഒന്ന് എഫ് ആണ്, പിന്നൊന്ന് ഫൈ ഐ ആണ്, ഫൈ ജെ ആണ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം സിസ്റ്റം ഫൈ ഐ ബി എ സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആൻഡ് ഇറ്റ് ഫോംസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് ഓഫ് L2 ഓഫ് ഐ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിലെ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ എഫും ഫൈ ഐസും എല്ലാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഐ ആം ഇൻ്റർചേഞ്ചിങ് ദിസ് ഇൻ്റഗ്രൽ ആൻഡ് സമ്മേഷൻ. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് integral a to b summation over j absolute value of a j of t square dt. ഇതിൽ സമ്മേഷൻ ഓവർ ജെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ജെ ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് നോം എഫ് സ്ക്വയർ വെർ ഈ നോമ L2 ഓഫ് ഐയിലുള്ളത് എന്ന് നമ്മൾ ഇക്വേഷൻ 1 പ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാനതിവിടെ യൂസ് ചെയ്തു. വീണ്ടും നോം എഫ് സ്ക്വയർ എന്താണ് അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ടോ സ്ക്വയർ ഡി ടോ. ബാക്കി ഈ ഇൻ്റഗ്രലൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി വിത്ത് റെസ്പെക്ട് ടു ഡി ടി. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇതെന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ടോ സ്ക്വയർ ഡി ടോ ഡി ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് L2 ഓഫ് ഐ സ്ക്വയറിലെ നോമിൻ്റെ ഫോമിലാണുള്ളത്. സോ നോം എഫ് സ്ക്വയർ, ഇവിടുത്തെ നോമ L2 ഓഫ് ഐ സ്ക്വയറിലെ നോമാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കുക. L2 ഓഫ് ഐ സ്ക്വയറിലുള്ള എഫ് എടുക്കുമ്പോൾ നോം എഫ് സ്ക്വയർ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ ഐ ആൻഡ് ജെ മോഡ് എ ഐ ജെ സ്ക്വയർ ആണ് എന്ന് കിട്ടി. ഈ എ ഐ ജെ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് സൈ ഐ ജെ. എ ഐ ജെ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നമ്മളിവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എഫ് ഓൺ ഐ സ്ക്വയർ. ഇതിപ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. നോം ഓഫ്
എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ, ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട്, രണ്ട് വേരിയബിൾസ്, രണ്ട് ഇൻഡെക്സ് വരുന്നുണ്ട്, സമ്മേഷൻ ഓവർ ഐ ആൻഡ് ജെ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് സൈ ഐ ജെ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതെന്താണ് ഈ ഇക്വേഷൻ? ദിസ് ഈസ് നത്തിങ് ബട്ട് പാർസെവൽസ് ഐഡൻറ്റിറ്റി. സോ നമുക്ക് കിട്ടി സിസ്റ്റം സൈ ഐ ജെ സാറ്റിസ്ഫൈസ് പാർസെവൽസ് ഐഡൻറ്റിറ്റി ഫോർ എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഓൺ ഐ സ്ക്വയർ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അതായത് L2 ഓഫ് ഐ സ്ക്വയറിലുള്ള ഒരു ഡെൻസ് സബ്സെറ്റിൽ മുഴുവനും പാർസെവൽസ് ഐഡൻറ്റിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് പ്രകാരം ഇതൊരു ബേസിസ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഓർത്തോനോർമലാണ്, ഇപ്പോൾ ബേസിസ് ആണെന്നും കിട്ടി. സോ നമ്മൾ L2 ഓഫ് ഐയിലുള്ള ഒരു ഓർത്തോനോർമൽ ബേസിസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുപയോഗിച്ച് L2 ഓഫ് ഐ സ്ക്വയറിൽ നമുക്കൊരു ഓർത്തോനോർമൽ ബേസിസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദിസ് ഡെഫിനിഷൻ. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ, ഈ പ്രൊപ്പോസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് L2 ഓഫ് ഐയുടെ ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് എടുത്തിരിക്കുന്നതിൽ എല്ലാ ഫങ്ഷൻസും കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എല്ലാ ഓർത്തോനോർമൽ ബേസിസിനും, അതായത് കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ ബേസിസ് തന്നെ വേണമെന്നില്ല, ഏത് ഓർത്തോനോർമൽ ബേസിസ് ഓഫ് L2 ഓഫ് എ ബി എടുത്തു കഴിഞ്ഞാലും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. പക്ഷേ ഇത് കണ്ടിന്യൂറ്റി നമ്മളിവിടെ യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടിന്യൂറ്റി ഇവിടെ ഇല്ല എങ്കിൽ നമ്മളിത് പ്രൂവ് ചെയ്യാനായിട്ട് ലെബേക്ക് ഇൻ്റഗ്രേഷൻ, ഫ്യൂബിനീസ് തിയറം, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പ്രൂഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അപ്പോൾ പ്രൂഫ് ഒന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളവിടെ കണ്ടിന്യൂറ്റി അസ്യൂം ചെയ്തിരിക്കുന്നത്. അത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളത് എടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കണ്ടിന്യൂറ്റി ഈസ് നോട്ട് എസെൻഷ്യൽ ദർ. The same statement is true for any orthonormal basis phi it where I varies from 1 to infinity in L2 of AB. We have added the condition of continuity here to avoid using Lebesgue integration and Fubini's theorem. That's all. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷൻ 2.1 നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 2.2 ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും.